ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ആഴ്ചത്തിൽ നമ്മുടെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വേദയുടെ വിക്രത്തിൻ്റെ കുറച്ച് പ്രണയവും അതിനൊപ്പം തന്നെ നമ്മുടെ വിക്രം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ വാസവൻ വീട്ടിൽ വന്ന ശേഷം നമ്മുടെ കമലം തലകറങ്ങി വീഴുകയും എല്ലാവരും കൂടി അവർ കമലത്തിനെ ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ മാഷക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. കമലത്തിന് എന്താണാവോ പറ്റുക, എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ മാഷിനുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ കമലത്തിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഒന്നും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടെസ്റ്റുകൾക്ക് എഴുതിയിട്ടുണ്ട്, ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് നമുക്ക് പറയാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീജയൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല, അമ്മ ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്ന ആ വിഷമത്തിൽ അമ്മ തലകറങ്ങി വീണതായിരിക്കും എന്നൊക്കെ അവരെല്ലാവരും പറഞ്ഞ് മാഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിക്രം വേദയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. അവിടെ രാവിലെ തന്നെ വേദയുടെ വീട്ടിലാണെങ്കിൽ വേദ കഴിഞ്ഞ ദിവസം വിക്രത്തിനെ കൊണ്ടുവന്നാക്കിയ ശേഷം കാറൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലഡൊക്കെ ഉണ്ടെങ്കിൽ അത് കാണണ്ടാന്ന് വെച്ചിട്ട് കാറൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പുറത്ത് പോയി വന്നപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയുണ്ട്, നീ കാറൊക്കെ കഴുകിയെടുത്തിട്ട് വണ്ടി എടുക്കാണ്ട് എന്താ പുറത്ത് പോയി എന്നൊക്കെ വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് വണ്ടി എടുത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ആകെ മുഷിഞ്ഞ് കിടക്കണ കണ്ടപ്പോൾ കാറ് ഞാൻ കഴുകിയിട്ടതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിക്രം ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വേദനയോട് വിക്രത്തിനെ കുറിച്ച്. വിക്രം ഇങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്, നിനക്കറിയോ, നീയാണോ അവൻ എവിടെയെങ്കിലും ഒളിച്ച് താമസിപ്പിച്ചിരിക്കണമെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് വേദയോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിക്രം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആണെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട്, ശ്രീകാന്ത് ഏട്ടന് ഇതിനെന്തെങ്കിലും പങ്കുണ്ടോ, ഏട്ടന് ഇതിലെന്തെങ്കിലും വിക്രത്തിനെതിരെ ഈ ഗൂഢാലോചന നടത്തിയതിൽ ഏട്ടന് പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണ്ടേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് വേദയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒന്നും പങ്കില്ലാണ്ടിരുന്നാൽ അത് ഏട്ടന് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാസവൻ്റെ കയ്യിൽ നിന്ന് ഏട്ടനായിരിക്കും കിട്ടുകയെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വേദ പോവുക കേട്ടോ. ആ സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇവള് പറഞ്ഞതൊന്നും മുഴുവനായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട, ഇവളുടെ മുമ്പേ നിനക്കിൻ്റെ 2 കണ്ണുകളൊന്നും ഉണ്ടായിരിക്കണം, ഇവളെ ഒന്ന് വാച്ച് ചെയ്തത് നല്ലതായിരിക്കും എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ റൂമിലെത്തിയ ശേഷം നമ്മുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഈശ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവളോട് പറയും വിക്രത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയും കേട്ടോ. അങ്ങനെ വിക്രവും വേദയും കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. കുറേ നേരം സംസാരിക്കുമ്പോഴും വേദയുടെ ഉള്ളിലത്തെ വിഷമവും വിക്രത്തിന് ഉണ്ടായിരുന്ന ആ വേദനകളൊന്നും വിക്രം അറിയുന്നില്ല. അവരിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയാണ്. രണ്ടുപേരും ഫോൺ വയ്ക്കുന്നില്ല, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം ഉള്ളു തുറക്കുകയാണ്, ഉള്ളിലുള്ള ഇഷ്ടം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദയും വിക്രവും ഒക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേദ നമ്മുടെ ദീപ്തിയുടെ അടുത്ത് ചെല്ലുകയാണ്. ദീപ്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ വീണ്ടും വിക്രം അല്ല വരുണിനെ കൊലപ്പെടുത്തിയത്, അതിൽ ചില ആളുകൾക്ക് പങ്കുണ്ട്, എനിക്ക് ചില ആളുകളെയൊക്കെ സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ വേദ ദീപ്തിയോട് പറയാണ് കേട്ടോ. ദീപ്തി വേദ പറയുമ്പോൾ വിക്രത്തിന് സൈഡായിട്ട് പറയണതൊന്നും വേദ അംഗീകരിക്കുന്നില്ല, വേദയല്ല ദീപ്തി സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയിലാണ് ചേച്ചി ഇതൊക്കെ പറയണമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ദീപ്തി സംസാരിക്കുന്നത്. അപ്പോൾ ദീപ്തിയോട് വേദ പറയും, നീ വിക്രത്തിൻ്റെ മേലെ നീ കുറ്റം ചുമത്തുമ്പോൾ ഒളിഞ്ഞിരുന്ന് രക്ഷപ്പെടുന്നത് യഥാർത്ഥ കൊലയാളിയാണ് ദീപ്തി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ചേച്ചി എന്താണെന്ന് വെച്ചാൽ എന്നോട് തെളിച്ച് പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇതിൽ നമ്മുടെ ശ്രീയേട്ടന് പോലും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ വിക്രത്തിനെ ഇപ്പോൾ സംരക്ഷിച്ചാൽ മാത്രമാണ് നമ്മൾ കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കള്ളങ്ങൾ ഇപ്പോഴും മൂടി വെച്ച് തന്നെ ഇരിക്കും, നിരപരാധി കൊലപാതകിയായി മാറുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ദീപ്തിയോട് വേദ പറയുകയാണ് കേട്ടോ.
എന്നിട്ട് ദീപ്തിയോട് വേദ പറയുന്നുണ്ട്, ഇങ്ങനെ വിക്രത്തിനെ ഞാനാണ് സുരക്ഷിതമായ സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്, അവിടെ ഇനി വിക്രത്തിനെ അധികം ദിവസം നിർത്താൻ പറ്റില്ല, ഞാൻ വിക്രത്തിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ വേദ ദീപ്തിയോട് പറയാം കേട്ടോ. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, വിക്രം ചേട്ടനെ എങ്ങോട്ട് കൊണ്ടുവരാനാണ് ചേച്ചി ഉദ്ദേശിക്കണേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കണേന്ന് പറയൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, വേദ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ദീപ്തിക്കും തോന്നും ഇതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കും, ചേച്ചി അങ്ങനെ എന്നോട് കള്ളം പറയില്ല എന്നൊക്കെ ദീപ്തിക്ക് അറിയാം. അങ്ങനെ അന്ന് രാത്രി തന്നെ നമ്മുടെ വിക്രത്തിനെ ആരും അറിയാണ്ട് തന്നെ നമ്മുടെ ദീപ്തി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. കൊണ്ടുവന്ന് റൂമിൽ കൊണ്ട് കിടത്തുകയും വിക്രത്തിന് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും പ്രണയങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യും, വിക്രവും ദീപ്തിയും വേദയും കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും